morning friends, class 10 CBSE English letter by ധൂമകേതു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. വീഡിയോ കാണുന്നവർ ആദ്യം അതിൻ്റെ ഫസ്റ്റ് പാർട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം വേണം ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരാനായിട്ട്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ്. Para number 15. The post office, one of the uninteresting buildings in the world, became his place of pilgrimage. അപ്പോൾ പോസ്റ്റ് ഓഫീസ് മറ്റു പലർക്കും വളരെ താല്പര്യമുള്ള ബിൽഡിംഗ് ആയിരിക്കത്തില്ല, പക്ഷേ നമ്മുടെ അലിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ ഒരു തീർത്ഥാടനം പോലെ ഒരുപാട് താല്പര്യമുള്ളൊരു സ്ഥലമാണ്. ഹി ഓൾവേസ് ഓക്കുപ്പൈഡ് എ പർട്ടിക്കുലർ സീറ്റ് ഇൻ എ പർട്ടിക്കുലർ കോർണർ ഓഫ് ദ ബിൽഡിംഗ്. അദ്ദേഹത്തിന് ആ ബിൽഡിങ്ങിൻ്റെ ഒരു കോർണറിൽ അദ്ദേഹത്തിനായിട്ട് തന്നെ ഒരു സീറ്റ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. ആൻഡ് വെൻ ദ പീപ്പിൾ ഗോട്ട് ടു നോ ഹിസ് ഹാബിറ്റ് ദേ ലാഫ്ഡ് അറ്റ് ഹിം. അപ്പം ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവം, കാര്യം ഡെയിലി രാവിലെ 4 മണിക്ക് എണീച്ച് വരും, എന്നിട്ട് എന്താണ് ലെറ്ററിന് വേണ്ടി അവിടെ കാത്തിരിക്കും. പക്ഷേ ആരും അദ്ദേഹത്തിന് ഒരു ലെറ്ററും അയക്കില്ല, വെറും കൈയോടെ തിരിച്ചു പോകും. ആ ഒരു സ്വഭാവം മനസ്സിലായി കഴിയുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തിനെ നോക്കി ചിരിക്കുമായിരുന്നു. ദ പോസ്റ്റ്മാൻ ബിഗാൻ ടു മേക്ക് എ ഗെയിം ഓഫ് ഹിം. അപ്പോൾ എന്താ, പോസ്റ്റ്മാൻ അയാളെ കളിയാക്കാൻ തുടങ്ങുകയാണ്. ഈവൻ ദോ ദർ വാസ് നോ ലെറ്റർ ഫോർ ഹിം, ദേ കുഡ് കോൾ ഔട്ട് ഓഫ് ഹിസ് നെയിം ഫോർ ദ ഫൺ ഓഫ് സീയിങ് ഹിം ജംപ് അപ്പ് ആൻഡ് കം ടു ദ ഡോർ. ഇദ്ദേഹത്തിന് ഒരു ലെറ്ററും വന്നില്ല എങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് വെറുതെ അവർ വിളിക്കും. എന്തിനാണ്? പേര് വിളിച്ചു കഴിയുമ്പം പെട്ടെന്ന് ചാടി എണീറ്റ് ആ ഡോറിൻ്റെ അടുത്തേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം അത് കണ്ടു ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് വിത്ത് എ ബൗണ്ട്ലെസ് ഫെയ്ത്ത് ആൻഡ് ഇൻഫിനിറ്റ് പേഷ്യൻസ്. പക്ഷേ എന്താണ്, അതിലില്ലാത്ത വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ക്ഷമയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഹി കീം എവറിഡേ, എല്ലാ ദിവസവും അയാൾ വരും. ആൻഡ് വെൻറ്റ് അവേ എംപ്റ്റി ഹാൻഡഡ്. എന്നിട്ട് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? കയ്യിലൊന്നുമില്ലാതെ. ഒരു ലെറ്ററും അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടില്ല ഇതുവരെ. ലെറ്ററൊന്നും ഇല്ലാതെ അദ്ദേഹം വിഷമിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. വൈൽ അലി വെയിറ്റഡ്, പിയൂൺസ് വുഡ് കം ഫോർ ദ firms, letters, and he would hear them discussing the master's scandals. അപ്പോൾ അലി അവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, അവിടെ പിയൂൺസ് വരാറുണ്ട്. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിസ്കഷൻ, അവരവരെ മാസ്റ്റേഴ്സിനെയൊക്കെ കുറിച്ച് ദൂഷ്യം പറയുന്നതും ഒക്കെ അലി കേൾക്കാറുണ്ട്. ദി സ്മാർട്ട് യങ് പിയൂൺസ് ഇൻ ദ സ്പോട്ട്ലെസ് ടർബൻസ് ആൻഡ് ക്രീക്കിംഗ് ഷൂസ് വെർ ഓൾവേസ് ഈഗർ ടു എക്സ്പ്രസ് ദംസ്. അപ്പോൾ ഈ പിയൂൺസിനെ കുറിച്ചാണ് പറയുന്നത്. സ്പോട്ട്ലെസ് ആയിട്ടുള്ള ടർബൻ, സ്പോട്ടൊന്നും ഇല്ലാത്ത ടർബനും പിന്നെ ക്രീക്കിംഗ് ഷൂസും ഒക്കെ ഇട്ട് വരുന്ന പിയൂൺസിനാണെങ്കിൽ എന്താണ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിലാണ് താല്പര്യം, മറ്റാരെയും അവർ കയറിയാറില്ല എന്നുള്ള മീനിങ്ങിലാണ്. മീൻ വൈൽ ദ ഡോർ വുഡ് ബി ത്രോൺ ഓപ്പൺ ആൻഡ് ദ, അതേ സമയത്ത് എന്ത് പറ്റി, ഡോറ് തുറന്നത് പോസ്റ്റ് മാസ്റ്റർ അവിടെ ഇരിക്കുകയാണ്. എ മാൻ വിത്ത് എ ഫേസ് ആസ് സാഡ്, നല്ല ഭയങ്കര മുഖം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖം തോന്നും. ആൻഡ് ആസ് ഇൻ എക്സ്പ്രസീവ് ആസ് എ പംകിൻ, എന്താണ് ഒരു പംകിനെ പോലെ, എന്താണ് വിവരിക്കാൻ പറ്റാത്ത അവ്യക്തമായ ഒരു മുഖമുള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. വുഡ് ബി സീൻ സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ ഇൻസൈഡ്, അകത്ത് ചെയറിലിരിക്കുന്നത് കാണാൻ പറ്റും. ദർ വാസ് നോ ഗ്ലിമർ ഓഫ് അനിമേഷൻ. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സിൽ എന്താണ്, മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു രൂപമാണ് എന്നാണ്. സച്ച് മെൻ യൂഷ്വലി പ്രൂവ് ടു ബി വില്ലേജ് സ്കൂൾ മാസ്റ്റർ, ഓഫീസ് ക്ലർക്ക് ഓർ പോസ്റ്റ് മാസ്റ്റർ. അപ്പം പൊതുവേ വില്ലേജ് സ്കൂൾ മാസ്റ്റർ അല്ലെങ്കിൽ ഓഫീസ് ക്ലർക്ക്, പോസ്റ്റ് മാസ്റ്റർ അവരൊക്കെ ഇങ്ങനത്തെ രൂപമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. One day he was there as usual and did not move from his seat when the door was opened. അപ്പോൾ ഒരു ദിവസം അലി അവിടെ വന്ന് ഇരിക്കുകയാണ്, തൻ്റെ സീറ്റിൽ നിന്ന് മൂവ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അകത്തുനിന്ന് വിളി വന്നു. എന്താണ്? പോലീസ് കമ്മീഷണർ. ദ ക്ലർക്ക് കോൾഡ് ഔട്ട് ആൻഡ് എ യങ് ഫെല്ലോ സ്റ്റെപ്ഡ് ഫോർവേഡ് ബ്രിസ്ലി ഫോർ ദ ലെറ്റേഴ്സ്. എന്താ വിളിച്ചത്? പോലീസ് കമ്മീഷണർ എന്നാണ് വിളിച്ചത് ക്ലർക്ക്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി വളരെ ഉത്സാഹത്തോടുകൂടി ലെറ്റർ മേടിക്കാൻ അകത്തേക്ക് കയറിപ്പോയി. അടുത്തതായിട്ട് സൂപ്പറിൻറ്റൻഡൻറ്റ്, അനദർ വോയിസ് കോൾഡ്. അപ്പം അടുത്തതായിട്ട് വിളി വന്നു. അനദർ പിയൂൺ കെയിം, വേറൊരു പിയൂൺ വന്നു. ആൻഡ് സോ ദ ക്ലർക്ക് ലൈക്ക് എ വർക്ക്ഷിപ്പർ ഓഫ് വിഷ്ണു റിപ്പീറ്റഡ് ഹിസ് കസ്റ്റമറി 1000 നെയിംസ്. അതായത് ഇതുപോലെ ഇത് വിഷ്ണുവിൻ്റെ ആരാധകനെ പോലെ ഒരുപാട് പേരുകൾ ഇതുപോലെ ഒരു പിയൂണ് ക്ലർക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അറ്റ് ലാസ്റ്റ് ദേ ഹാഡ് ഓൾ ഗോൺ. അവസാനം എല്ലാവരും പോയി. അലി ഗോട്ട് അപ്പ് ടു ആൻഡ് സല്യൂട്ടിങ് ദ പോസ്റ്റ് ഓഫീസ് ആസ് ദോ ഇറ്റ് ഹൗസ് സം പ്രഷ്യസ് relic went off. അവസാനം എന്താണ്, പോസ്റ്റ് ഓഫീസിനെ സല്യൂട്ട് ചെയ്തിട്ട് ആരും പോയി, അലിയും പോയി.
എ പിറ്റിയബിൾ ഫിഗർ എ സെഞ്ചുറി ബിഹൈൻഡ് ഹിസ് ടൈം. അപ്പോൾ എന്താണ് ഒരു വളരെ പിറ്റി നമുക്ക് കണ്ടാൽ കഷ്ടം തോന്നുന്ന ഒരു വ്യക്തി. ദാറ്റ് ഫെലോ ആസ്ക്ഡ് ദ പോസ്റ്റ് മാസ്റ്റർ ഈസ് ഹി മാഡ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ചോദിക്കുകയാണ് എന്താണ് ഇദ്ദേഹത്തിന് വട്ടാണോ എന്നിങ്ങനെ ചോദിച്ചു. Who, sir? Oh yes, answered the clerk. No matter what the weather is, he has been here every day for the last 5 years, but he does not get many letters. അപ്പം കാലാവസ്ഥ ചൂടായാലും തണുപ്പായാലും മഴയായാലും എന്ത് തന്നെ ആയാലും ഇദ്ദേഹം എന്നും ഇവിടെ വരും, പക്ഷേ ഇദ്ദേഹത്തിന് ലെറ്റേഴ്സ് ഒന്നും വരാറുമില്ല എന്ന് ആര് പറഞ്ഞു? ക്ലർക്ക് പറഞ്ഞു. I can well understand that. Who does he think will have time to write a letter every day? അപ്പോൾ എനിക്കത് മനസ്സിലാവും, കാര്യം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കാ ഇടുന്ന ലെറ്റർ എഴുതാൻ സമയം എന്ന് ആര് പറഞ്ഞു? പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു. ബട്ട് ഹീ ഈസ് എ ബിറ്റ് ടച്ച് സർ. ഇൻ ദ ഓൾഡ് ഡേയ്സ് ഹീ കമ്മിറ്റഡ് മെനി സിൻസ് ആൻഡ് മേ ബി ഹീ ഷെഡ് സം ബ്ലഡ് വിത്തിൻ sacred prisons and he is paying for it now, the postman added in support of his statement. അപ്പോൾ പറയുന്നത്, ഇദ്ദേഹം പണ്ട് ഹണ്ടറായിരുന്നില്ലേ, വേട്ടക്കാരനായിരുന്നില്ലേ, അപ്പോൾ ഇദ്ദേഹം ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അയാളിപ്പം ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. മാഡ് മെൻ ആർ സ്ട്രേഞ്ച് പീപ്പിൾ, ദ പോസ്റ്റ് മാസ്റ്റർ സെഡ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു ഈ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്ട്രേഞ്ച്, വളരെ വിചിത്രമായിട്ടുള്ള ആൾക്കാരാണ്. യെസ്, വൺസ് ഐ സോ എ പോസ്റ്റ്മാൻ ഇൻ അഹമ്മദാബാദ്. ഞാൻ പണ്ട് അഹമ്മദാബാദിലൊരു പോസ്റ്റ്മാനെ കണ്ടു. ഹൂ ഡിഡ് അബ്സല്യൂട്ട്ലി നത്തിങ്. അദ്ദേഹം ഒന്നും ചെയ്യത്തില്ല, ബട്ട് മേക്ക് ലിറ്റിൽ ഹീപ്സ് ഓഫ് ഡസ്റ്റ്. മൺകൂനകൾ ഉണ്ടാക്കി വെക്കും. ആൻഡ് അനദർ, വേറൊരാളുണ്ട്, ഹാഡ് എ ഹാബിറ്റ് ഓഫ് ഗോയിങ് ദ റിവർ ബെഡിൽ റിവറിൻ്റെ സൈഡിൽ പോവും. ഇൻ ഓട്ട് ടു pour water on a certain stone every day. എന്നിട്ട് അവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, ഒരു പർട്ടിക്കുലർ സ്റ്റോൺ ഉണ്ട്, ആ സ്റ്റോണിൽ എന്നും പോയി വെള്ളം ഒഴിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുകയാണ് ഇവർക്ക് അറിയാമെന്നുള്ളതും പരിചയത്തിലുള്ളതുമായിട്ട്. ഓ ദാറ്റ്സ് നത്തിങ് ചിംഡ് ഇൻ അനദർ. അപ്പോൾ വേറൊരാളും കൂടെ ഇതിൻ്റെ കൂടെ യോജിച്ചു. ഐ ന്യൂ വൺ മാഡ് മാൻ ഹൂ പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ഓൾ day long, another who never ceased declaiming poetry, and a third who would slap himself on the cheek and then begin to cry because he was being beaten. അപ്പോൾ അടുത്ത ആളിനെ കുറിച്ച് പറയാണ് ഒരു മാഡ് മാനെ എനിക്കറിയാം, അയാൾ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അനദർ, വേറൊരാളാണെങ്കിൽ എപ്പോഴും ചെയ്യും, വളരെ ഉച്ചത്തിൽ പോയട്രീസൊക്കെ ചൊല്ലും. പിന്നെ വേറൊരാളുണ്ട്, അയാൾ ചെയ്യും, ഇങ്ങനെ ചേട്ടത്ത് അടിക്കും, സ്വന്തമായിട്ട് അടിച്ചിട്ട് അയാൾ കാര്യം എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാരെക്കുറിച്ച്, അവർക്ക് അറിയാവുന്ന ആൾക്കാരെക്കുറിച്ച് എല്ലാവരും പരസ്പരം പറയുകയാണ്. ആൻഡ് എവരി വൺ ഇൻ ദ പോസ്റ്റ് ഓഫീസ് ബിഗാൻ ടു ടോക്ക് ഓഫ് ലുനാൻസി. All working class people have the habit of taking periodic rest by joining in general discussion for a few minutes. അപ്പോൾ പബ്ലിക് ഓഫീസൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയും. ആഫ്റ്റർ ലിസണിങ് എ വൈൽ, അപ്പോൾ അത് കുറച്ച് നേരം ശ്രദ്ധിച്ചിട്ട് ദ പോസ്റ്റ് മാസ്റ്റർ ഗോട്ട് അപ്പ് ആൻഡ് സെഡ്, പോസ്റ്റ് മാസ്റ്റർ എണീച്ചിട്ട് പറഞ്ഞു, ഇറ്റ് സീംസ് ആസ് ദോ ദ മാഡ് ലിവ് ഇൻ എ വേൾഡ് ഓഫ് ദർ ഓൺ മേക്കിംഗ്. എനിക്ക് തോന്നുന്നത് ഈ മാഡ് പീപ്പിൾ അവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ്. ടു ദം പെർഹാപ്സ് വി ടു അപ്പിയർ മാഡ്. അവർക്ക് ചിലപ്പം തോന്നുമായിരിക്കും നമുക്ക് മാഡാണെന്ന് അവർക്ക് തോന്നുമായിരിക്കാം. ദ മാഡ് മാൻസ് വേൾഡ് ഈസ് റാദർ ലൈക്ക് ദ പോയറ്റ്സ്. മാഡ് മാൻ്റെ വേൾഡ് എന്ന് പറയുമ്പം ശരിക്കും അതൊരു പോയറ്റിൻ്റെ വേൾഡ് പോലെയാണ്. ഐ ഷുഡ് തിങ്ക് എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. ഹീ ലാഫ്ഡ് ആസ് ഹി സ്പോക്ക് ദ ലാസ്റ്റ് വേർഡ്സ്. ഈ അവസാനത്തെ വരി ആരെപ്പോലെയാണ്? പോയറ്റിനെ പോലെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം, അവിടെ ഒരു പോയിട്ടുണ്ട്, ഒരു ക്ലർക്ക്, കഥകളൊക്കെ എഴുതും. അപ്പോൾ ലുക്കിംഗ് അറ്റ് പോയട്രി ഒക്കെ എഴുതും, കവിതകളൊക്കെ എഴുതും. ലുക്കിംഗ് അറ്റ് വൺ ഓഫ് ദ ക്ലർക്സ് ഹൂ റോട്ട് ഇൻഡിഫറെൻ്റ് ആയിട്ടുള്ള വേഴ്സ്, കവിതകളൊക്കെ എഴുതുന്ന ഒരു സ്റ്റാഫ് അവിടെ ഉണ്ട്, ഒരു ക്ലർക്കുണ്ട്. അദ്ദേഹത്തിനെ നോക്കിയിട്ടാണ് ഈ ലാസ്റ്റ് വേർഡ്സ് ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത്. ദെൻ ഹി വെൻറ്റ് ഔട്ട് ആൻഡ് ദ ഓഫീസ് ബിക്കെയിം സ്റ്റിൽ അഗെയിൻ. എന്നിട്ട് അദ്ദേഹം ചെയ്തു? അദ്ദേഹം പുറത്തേക്ക് പോയി ഓഫീസ് സ്റ്റില്ലാവുകയും ചെയ്തു. ഫോർ സെവറൽ ഡേയ്സ് അലി ഹാഡ് നോട്ട് കം ടു ദ പോസ്റ്റ് ഓഫീസ്. കുറേ ദിവസത്തേക്ക് അലി പിന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിട്ടില്ല. There was no one with enough sympathy or understanding to guess the reason, but all were curious to know what had stopped the old man. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സിമ്പതി, അയാൾ വരാത്തത് എന്നൊക്കെ അന്വേഷിക്കാനൊന്നും ആരുമില്ല. അതുപോലെ തന്നെ പക്ഷേ ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു? ക്യൂരിയസ്നെസ് ഉണ്ടായിരുന്നു, അറിയാൻ വേണ്ടിയിട്ട് എന്താണ് അയാൾ എന്താണെന്ന് അറിയാനൊരു ക്യൂരിയസ്നെസ് മാത്രം ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഹീ കെയിം അഗെയിൻ. വീണ്ടും അദ്ദേഹം വന്നു. ബട്ട് ഇറ്റ് വാസ് എ സ്ട്രഗിൾ ഫോർ ഹിം ടു ബ്രീത്ത് ആൻഡ് ഓൺ ഹിസ് ഫേസ് വാസ് ക്ലിയർ സൈൻസ് ഓഫ് അപ്രോച്ചിങ് എൻഡ്. അപ്പോൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്ന് തോന്നണം. കാരണം ബ്രീത്ത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ ഫേസിൽ
എന്താണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അടുത്തതുപോലെ, മരണം അടുത്തതുപോലെയുള്ള ആ ഒരു എക്സ്പ്രഷൻസും സൈൻസും എല്ലാം മുഖത്ത് വളരെ പ്രകടമായിരുന്നു. അസുഖം ബാധിച്ച് വളരെ അവശനായിട്ടായിരുന്നു അദ്ദേഹം അവിടെ വന്നത്. ദാറ്റ് ഡേ ഹി കുഡ് നോട്ട് കണ്ടെയ്ൻ ഹിസ് ഇംപേഷ്യൻസ്. മാസ്റ്റർ സാഹിബ്, ഹി ബെഗ്ഡ് ദ പോസ്റ്റ് മാസ്റ്റർ, ഹാവ് യു എ ലെറ്റർ ഫ്രം മൈ മറിയം. അപ്പോൾ ചോദിച്ചു എന്താണ് മകളുടെ ലെറ്റർ വല്ലതും ഉണ്ടോ എന്ന് പോസ്റ്റ് മാസ്റ്ററിനോട് ചോദിച്ചു. ദ പോസ്റ്റ് മാസ്റ്റർ വാണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ടു ദ കൺട്രി ആൻഡ് വാസ് ഇൻ എ ഹറി. അപ്പോൾ എന്താ പോസ്റ്റ് മാസ്റ്റർ വളരെ തിരക്കിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. വാട്ട് എ പെസ്റ്റ് യു ആർ ബ്രദർ, ഹി എക്സ്ക്ലെയിംഡ്. പെസ്റ്റ് എന്ന് വെച്ചാൽ ശല്യക്കാരൻ. ഇതെന്തൊരു ശല്യമാണ് നിങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. മൈ നെയിം ഈസ് അലി, ആൻസേർഡ് അലി ആബ്സെൻറ്റ് മൈൻഡ്ലി. അപ്പോൾ എന്താ, എൻ്റെ പേര് അലി എന്നാണ് എന്ന് വേറെ എന്തോ ഓർത്തുകൊണ്ട് അലി ഉത്തരം നൽകുകയും ചെയ്തു. ഐ നോ ബട്ട് ഡു യു തിങ്ക് വി ഹാവ് ഗോട്ട് യുവർ മറിയംസ് നെയിം രജിസ്റ്റേർഡ്? ദെൻ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ബ്രദർ. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇഫ് എ ലെറ്റർ ഷുഡ് കം വെൻ ഐ ആം നോട്ട് ഹിയർ. ഫോർ ഹൗ ഷുഡ് ദ വില്ലേജർ who had spent 3/4 of his life hunting know that Mariam's name was not worth a pice to anyone but her father? അപ്പോൾ പോസ്റ്റ് മാസ്റ്ററുമായിട്ട് ഉള്ള വർത്തമാനമാണ് അവിടെ. അപ്പോൾ എന്താണ്, അപ്പം അദ്ദേഹത്തിൻ്റെ പേര് അലിയാണ് എന്നൊക്കെ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുപോലെ മകളുടെ പേരെന്താണ്, മറിയമാണ്. പേര് നോട്ട് ചെയ്യാനുമൊക്കെ പോസ്റ്റ്മാനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, ഇപ്പം അദ്ദേഹത്തിന് മകളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്തായാലും മറ്റുള്ളവർക്ക് കാണണം എന്നില്ലല്ലോ. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ് മറിയം. പക്ഷേ ആ ഒരു പ്രിയം അത് മറ്റുള്ളവർക്ക് അത് തോന്നണം എന്ന് ഉണ്ടാവത്തില്ല. ദ പോസ്റ്റ് മാസ്റ്റർ വാസ് ബിഗിനിങ് ടു ലൂസ് ഹിസ് ടെമ്പർ. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്താ, പോസ്റ്റ് മാസ്റ്ററിന് നന്നായിട്ട് ദേഷ്യം വന്നു. ഹാവ് യു നോ സെൻസ്, ഹി ക്രൈഡ്, ഗെറ്റ് അവേ. ഡു യു തിങ്ക് വി ആർ ഗോയിങ് ടു ഈറ്റ് യുവർ ലെറ്റർ വെൻ ഇറ്റ് കംസ്? അപ്പോൾ ചോദിച്ചു, എന്താ ഞങ്ങൾ നിങ്ങളുടെ ലെറ്റർ എടുത്ത് തിന്നുമോ വന്നു കഴിയുമ്പോഴത്തേക്കും? ലെറ്റർ വന്നാൽ തരും. ആ ഒരു കൺസെപ്റ്റായിരുന്നു പോസ്റ്റ്മാന്. ആൻഡ് ഹി വോക്ക്ഡ് ഓഫ് ഹാസ്റ്റ്ലി. അപ്പം എന്നിട്ട് അദ്ദേഹം വളരെ തിടുക്കത്തിൽ ഇറങ്ങിപ്പോയി. അലി കെയിം ഔട്ട് വെരി സ്ലോലി, ടേണിങ് ആഫ്റ്റർ എവറി ഫ്യൂ സ്റ്റെപ്സ് ടു ഗേസ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അദ്ദേഹം വളരെ സ്ലോയിൽ അലി അവിടുന്ന് ഇറങ്ങി പതുക്കെ തിരിഞ്ഞ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഹിസ് ഐസ് വർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ഓഫ് ഹെൽപ്ലെസ്നെസ്. അപ്പോൾ എന്താ, നിസ്സഹായനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ ഹിസ് പേഷ്യൻസ് വാസ് എക്സോസ്റ്റഡ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഷ്യൻസും എല്ലാം എന്താണ്, അങ്ങ് തളർന്ന് ക്ഷീണിച്ചു പോയി അദ്ദേഹം. ഈവൻ ദോ ഹീ സ്റ്റിൽ ഹാഡ് ഫെയ്ത്ത്. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. ആൻഡ് ഹൗ കുഡ് ഹീ സ്റ്റിൽ ഹോപ്പ് ടു ഹിയർ ഫ്രം മറിയം? അദ്ദേഹത്തിൻ്റെ മകളല്ലേ, അദ്ദേഹത്തിന് പ്രതീക്ഷയല്ലേ പറ്റുള്ളൂ. അലി ഹേർഡ് വൺ ഓഫ് ദി ക്ലർക്സ് കമ്മിങ് അപ്പ് ബിഹൈൻഡ് ഹിം ആൻഡ് ടേൺ ടു ഹിം. അപ്പോൾ ഒരു ക്ലർക്ക് ഇദ്ദേഹത്തിൻ്റെ ബാക്കിലായിട്ട് നടന്നു വരുന്നതായിട്ട് തോന്നി. അദ്ദേഹം തിരിഞ്ഞു. ബ്രദർ, ഹീ സെഡ്, സഹോദര എന്ന് വിളിച്ചു. ക്ലർക്ക് വാസ് സർപ്രൈസ്ഡ് ബട്ട് ബീയിങ് എ ഡീസൻറ്റ് ഫെലോ ഹീ സെഡ് വെൽ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ക്ലർക്ക് പെട്ടെന്ന് അതിശയിച്ചു പോയി. പക്ഷേ അദ്ദേഹം ഒരു ഡീസൻറ്റ് ഫെലോ ആയിരുന്നു. ഹിയർ ലുക്ക് അറ്റ് ദിസ്. ആൻഡ് അലി പ്രൊഡ്യൂസ്ഡ് ആൻ ഓൾഡ് ടിൻ ബോക്സ് ആൻഡ് എംപ്റ്റീഡ് 5 gold guineas into the surprised clerk's hand. Do not look so startled, he continued. അപ്പോൾ എന്താ, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പഴയ ടിന്നിൽ 5 ഗോൾഡൻ ഗിനീസ്, അതായത് സ്വർണ്ണ നാണയങ്ങളാണ്, അത് നമ്മുടെ ക്ലർക്കിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ക്ലർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് അതിശയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡു നോട്ട് ലുക്ക് സോ സ്റ്റാർട്ടിൽഡ്, എന്ന് വെച്ചാൽ പേടിക്കണ്ട, ഭയപ്പെടണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. ദേ വിൽ ബി യൂസ്ഫുൾ ടു യു, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആൻഡ് ദേ ക്യാൻ നെവർ ടു മീ, എനിക്കത് ഉപകാരപ്പെടത്തില്ല, പക്ഷെ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ബട്ട് വിൽ യു ഡു വൺ തിങ്, പക്ഷെ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. വാട്ട് ഡു യു സീ അപ്പ് ദർ സെഡ് അലി പോയിൻറ്റിങ് ടു ദ സ്കൈ. ഇപ്പം സ്കൈയിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ മോളിൽ കാണുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, ഹെവൻ, അള്ളാ ഈസ് ദർ ആൻഡ് ഇൻ ഹിസ് പ്രസൻസ് ഐ എം ഗിവിങ് യു ദിസ് മണി. അപ്പം മുകളിൽ ഈശ്വരനുണ്ട്, അപ്പം ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഈ രൂപ തരുകയാണ്. വെൻ ഇറ്റ് കംസ് യു മസ്റ്റ് ഫോർവേഡ് മൈ മറിയംസ് ലെറ്റർ ടു മീ. അപ്പോൾ എൻ്റെ മറിയത്തിൻ്റെ ലെറ്റർ വരുമ്പോൾ എന്ത് ചെയ്യണം, താങ്കൾ എനിക്കത് ഫോർവേഡ് ചെയ്ത് തരണം, ഇത്രയാണ് ചെയ്യേണ്ടത്. ബട്ട് where am I supposed to send it? asked the utterly bewildered clerk. അപ്പോൾ എന്നാൽ പെട്ടെന്ന് ഈ പൈസയൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോൾ അങ്ങ് പേടിച്ചു പോയി ക്ലർക്ക്. അപ്പോൾ ചോദിച്ചു, ഞാൻ എവിടെ കൊണ്ട് തരണം എന്ന് ചോദിച്ചു. ടു മൈ ഗ്രേവ്,
അപ്പോൾ തന്നെ ഗ്രേവ് എന്ന് വെച്ചാൽ എന്താ, എൻ്റെ ശവക്കല്ലറയിലാണ് കൊണ്ട് തരേണ്ടത്. അപ്പം അദ്ദേഹം അതിശയിച്ചു പോയി. എന്താണെന്ന് ചോദിച്ചു. വാട്ട്? യെസ്, ഇറ്റ് ഈസ് ട്രൂ, ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ. ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമാണ്, മൈ വെരി ലാസ്റ്റ്. ആൻഡ് ഐ ഹാവ് നോട്ട് സീൻ മറിയം, ഞാൻ മറിയത്തിനെ കണ്ടില്ല. ഐ ഹാവ് ഹാഡ് നോ ലെറ്റർ ഫ്രം ഹെർ, എനിക്ക് അവളുടെ ലെറ്ററുകളൊന്നും വന്നില്ല. ദർ വാസ് ടിയേഴ്സ് ഇൻ അലീസ് ഐസ്, അപ്പോൾ അലിയുടെ കണ്ണുകളങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ആസ് ദ ക്ലർക്ക് സ്ലോലി ലെഫ്റ്റ് ഹിം, അപ്പോൾ ക്ലർക്ക് ഇതെല്ലാം കേട്ടിട്ട് പോയി. ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ വിത്ത് ദ 5 golden guineas ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ എന്താ, പോക്കറ്റിൽ അദ്ദേഹം കൊടുത്ത ഗോൾഡ് കോയിൻസും കൊണ്ട് ക്ലർക്ക് പോയി. അലി വാസ് നെവർ സീൻ എഗെയിൻ, പിന്നെ അലിയെ കണ്ടിട്ടില്ല. ആൻഡ് നോ വൺ ട്രബിൾ ടു എൻക്വയർ ആഫ്റ്റർ ഹിം, ആരും അന്വേഷിച്ച് പോയിട്ടുമില്ല. വൺ ഡേ ഹൗവർ ട്രബിൾ കെയിം ടു ദ പോസ്റ്റ് മാസ്റ്റർ, അപ്പോൾ ഒരു ദിവസം എന്താ പോസ്റ്റ് മാസ്റ്ററിനൊരു പ്രശ്നം, ഒരു ട്രബിൾ ഉണ്ടായി. ഹിസ് ഡോട്ടർ ലേ ഇൽ ഇൻ അനദർ ടൗൺ, മറ്റൊരു ടൗണിൽ അദ്ദേഹത്തിൻ്റെ മകൾ സുഖമില്ലാതെ കിടക്കുകയാണ്. ആൻഡ് ഹി വാസ് ആൻഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ന്യൂസ് ഓഫ് ഹർ, അപ്പോൾ അവളുടെ വിശേഷം അറിയാൻ അദ്ദേഹം വളരെ ആൻഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദ പോസ്റ്റ് വാസ് ബ്രോട്ട് ഇൻ, അപ്പോൾ എന്താ പോസ്റ്റ് എല്ലാം വന്നു. ആൻഡ് ദ ലെറ്റേഴ്സ് പൈൽഡ് ഓൺ ദ ടേബിൾ, അപ്പോൾ ലെറ്റേഴ്സ് ഇങ്ങനെ ടേബിളിൽ കൂടി കിടക്കുകയാണ്. സീയിങ് ആൻ എൻവലപ്പ് ഓഫ് ദ കളർ ആൻഡ് ഷേപ്പ് ഹി എക്സ്പെക്റ്റഡ്, ദ പോസ്റ്റ് മാസ്റ്റർ ഈഗർലി സ്നാച്ച്ഡ് ഇറ്റ് അപ്പ്. അപ്പം ഒരു എൻവലപ്പ് ഇങ്ങനെ കണ്ട അതിൻ്റെ കളറും ഷേപ്പും ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തോ അത് മകളുടെ ലെറ്റർ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അയാൾ പെട്ടെന്ന് അതിനെ അങ്ങ് എടുത്തു. ഇറ്റ് വാസ് അഡ്രസ് ടു കോച്ച്മാൻ അലി, അപ്പോൾ എന്താ അതിൻ്റെ അഡ്രസ്സിൽ ആർക്കാ വന്ന ലെറ്റർ, അത് കോച്ച്മാൻ അലിക്ക് വന്ന ലെറ്ററാണ്. ആൻഡ് ഹി ഡ്രോപ്ഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് ഹാഡ് ഗിവൺ ഹിം ആൻ ഇലക്ട്രിക്, അപ്പം പെട്ടെന്ന് തന്നെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആയിപ്പോയി. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ കോച്ച്മാൻ അലി ആ പേര് കണ്ടപ്പം എന്തോ ഒരു ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. ദ ഹോട്ട്ലി ടെമ്പർ ഓഫ് ദ ഒഫീഷ്യൽ ഹാഡ് ക്വൈറ്റ് ലെഫ്റ്റ് ഹിം ഇൻ ഹിസ് സോറോ ആൻഡ് ആൻസൈറ്റി, അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര, അന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അയാൾ അവിടുന്ന് പറഞ്ഞു വിടുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഹോട്ട്ലി ടെമ്പർ എന്ന് പറയുന്നത് തന്നെ അഹങ്കാരമാണ്. അഹങ്കാരം എല്ലാം അദ്ദേഹത്തിൽ നിന്ന് അപ്പോൾ പോയി. അയാൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു ലെറ്റർ കിട്ടുന്നത്. ആൻഡ് ഹാഡ് ലേഡ് ബെയർ ഇൻ ഹിസ് ഹ്യൂമൻ ഹാർട്ട്, അപ്പോൾ അങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ടും കഷ്ടപ്പെട്ടും ഇരിക്കുന്ന സമയമായപ്പോൾ എന്താണ്, അഹങ്കാരമൊന്നുമില്ല, ഹൃദയം ശൂന്യമായി കിടക്കുകയാണ്. ഹി ന്യൂ അറ്റ് വൺസ് ദാറ്റ് ദിസ് വാസ് എ ലെറ്റർ ദ ഓൾഡ് മാൻ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ, ഇറ്റ് മസ്റ്റ് ബി ഫ്രം ഹിസ് ഡോട്ടർ മറിയം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു ലെറ്ററിനാണ് ഇയാൾ ഇത്രയും വർഷം കാത്തിരുന്നത്, അദ്ദേഹത്തിൻ്റെ മകളുടെ ലെറ്റർ തന്നെ ആയിരിക്കും, അത് മറിയത്തിൻ്റെതായിരിക്കുമെന്ന് പോസ്റ്റ്മാന് മനസ്സിലായി. ലക്ഷ്മിദാസ് കോൾഡ് ദ പോസ്റ്റ് മാസ്റ്റർ, ഫോർ സച്ച് വാസ് ദ നെയിം ഓഫ് ദ ക്ലർക്ക് ടു ഹൂം അലി ഹാഡ് ഗിവൺ ഹിസ് മണി. അപ്പോൾ അലി സ്വർണ്ണ നാണയം കൊടുത്തിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ പേരാണ് ലക്ഷ്മിദാസ്. അപ്പോൾ ലക്ഷ്മിദാസ് എന്നും പറഞ്ഞ് ക്ലർക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു, പോസ്റ്റ് മാസ്റ്റർ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ ലക്ഷ്മിദാസ് ചോദിക്കുകയാണ്, എസ് സാർ, ദിസ് ഈസ് ഫോർ യുവർ ഓൾഡ് കോച്ച്മാൻ അലി, വേർ ഈസ് ഹി നൗ. അപ്പോൾ ഇത് താങ്കളുടെ പഴയ കോച്ച്മാൻ അലിയുടെ ആണ്, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നും പറഞ്ഞിട്ട് ആ ലെറ്റർ കൊടുക്കുകയാണ്. ഐ വിൽ ഫൈൻഡ് ഔട്ട് സാർ, ഞാൻ പോയി കണ്ടുപിടിക്കാം എന്ന് ക്ലർക്ക് പറഞ്ഞു. ദ പോസ്റ്റ് മാസ്റ്റർ ഡിഡ് നോട്ട് റിസീവ് ഹിസ് ഓൺ ലെറ്റർ ഓൾ ദാറ്റ് ഡേ. അപ്പോൾ പോസ്റ്റ് മാസ്റ്ററിന് മകളുടെ ലെറ്റർ ആ ദിവസം മൊത്തം കിട്ടിയില്ല, വന്നില്ല. ഹി വറീഡ് ഓൾ നൈറ്റ്, അപ്പോൾ രാത്രി മൊത്തം വിഷമിച്ചിരുന്നു. ആൻഡ് ഗെറ്റിംഗ് അപ്പ് അറ്റ് 3 മണിക്ക് രാത്രി എണീറ്റു. വെൻ ടു സിറ്റ് ഇൻ ദ ഓഫീസ്, എന്നിട്ട് പോയി ഓഫീസിലിരുന്നു. വെൻ അലി കംസ് അറ്റ് 4 o'clock ഹി മ്യൂസ്ഡ്, ഐ വിൽ ഗിവ് ഹിം ദ ലെറ്റർ മൈസെൽഫ്. അപ്പോൾ എന്താ, അലി എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് വരത്തില്ലേ, അങ്ങനെ 4 മണിക്ക് വരുമ്പോഴത്തേക്ക് എന്താ അയാൾ ആലോചിച്ചു, ഒരുപാട് ചിന്തിച്ചു. എന്ന് വെച്ചാൽ ഞാൻ തന്നെ അയാളുടെ മകളുടെ ലെറ്റർ കൈമാറും എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. ഫോർ നൗ ദ പോസ്റ്റ് മാസ്റ്റർ അണ്ടർസ്റ്റുഡ്, ഇപ്പോൾ എന്താ പോസ്റ്റ് മാസ്റ്ററിന് മനസ്സിലായി അലീസ് ഹാർട്ട് ആൻഡ് ഹിസ് വെരി സോൾ. അപ്പോൾ അലിയുടെ ആ ഒരു ഹൃദയവും അദ്ദേഹത്തിൻ്റെ ആത്മാവും അല്ലേ, അദ്ദേഹത്തിൻ്റെ ചിന്തകളും എല്ലാം ഇപ്പം ഇയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അയാളുടെ ദുഃഖം. ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് എ സിംഗിൾ നൈറ്റ് ഇൻ സസ്പെൻസ് ആൻഡ് ആൻഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ന്യൂസ് ഓഫ് ഹിസ് ഡോട്ടർ, ഹിസ് ഹാർട്ട് വാസ് ബ്രിമ്മിങ് വിത്ത് സിമ്പതി ഫോർ ദ പൂർ ഓൾഡ് മാൻ ഹു ഹാഡ് സ്പെൻഡ് ഹിസ് നൈറ്റ്സ് ഇൻ ദ സെയിം സസ്പെൻസ് ഫോർ ദ ലാസ്റ്റ് 5 years. ഇപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അലി കഴിഞ്ഞ 5 വർഷമായിട്ട് മകളുടെ വിശേഷം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ ദിവസം കിടന്നിട്ട് ഉറക്കം വരാതെ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഇരുന്നപ്പോൾ 5 വർഷമായിട്ടിരിക്കുന്ന അലിക്ക് എന്തുമാത്രം ദുഃഖമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ആർക്ക് പറ്റി, പോസ്റ്റ് മാസ്റ്ററിന് കഴിഞ്ഞു. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് 5, അപ്പോൾ 5 മണിയായി. ഹി ഹേർഡ് എ സോഫ്റ്റ് നോക്ക് ഓൺ ദ ഡോർ, ആ ഒരു ചെറിയ ഒരു കൊട്ട് കേട്ടു ഡോറിൽ.
ഹി ഫെൽ ഷുവർ ഇറ്റ് വാസ് അലി. അപ്പോൾ അലിയാണെന്ന് വിചാരിച്ചു. ഹി റോസ് ക്വിക്ലി ഫ്രം ഹിസ് ചെയർ. പെട്ടെന്ന് ചെയറിൽ നിന്ന് എണീറ്റു. ഹി സഫറിങ് ഫാദേഴ്സ് ഹാർട്ട് റെക്കഗ്നൈസിങ് അനദർ ആൻഡ് ഫ്ലങ് ദ ഡോർ വൈഡ് ഓപ്പൺ. അപ്പോൾ അതേ മകളുടെ ആ ഒരു മകളെ പിരിഞ്ഞിരിക്കുകയല്ലേ, ആ ഒരു ദുഃഖത്തിലിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം മറ്റേ ആളുടെ ആ ദുഃഖം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ പെട്ടെന്ന് ഡോറ് തുറന്നു. കമിൻ ബ്രദർ അലി ഹി ക്രൈഡ്. അകത്ത് വരൂ ബ്രദർ അലി എന്ന് പറഞ്ഞു. ഹാൻഡിങ് ദ ലെറ്റർ ടു ദ മീക്ക് ഓൾഡ് മാൻ. ശാന്തനായ ഓൾഡ് മാന് ലെറ്റർ ഇങ്ങനെ കൈമാറാനായിട്ട് പോവാണ്. വെൻ ഡബിൾ വിത്ത് ഏജ്. അപ്പം ആ ഓൾഡ് മാൻ എന്താണ്, ഒരുപാട് കൂന് വന്നു. ഹു വാസ് സ്റ്റാൻഡിങ് ഔട്ട് സൈഡ്. പുറത്ത് നിൽക്കുകയാണ്. അലി വാസ് ലീനിങ് ഓൺ എ സ്റ്റിക്ക്. ഒരു വടിയൊക്കെ ഊന്നിയിട്ടുണ്ട്. ആൻഡ് ദ ടിയേഴ്സ് വെർ വെറ്റ് ഓൺ ഹിസ് ഫേസ്. ഫേസിൽ ടിയേഴ്സ് വെറ്റായിട്ടിരിക്കുകയാണ്. കണ്ണുനീരിൽ കുളിച്ച എന്ന് പറയാം. ആസ് ദേ ഹാഡ് ബീൻ വെൻ ദ ക്ലർക്ക് ലെഫ്റ്റ് ഹിം. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നത് അപ്പോൾ ഉള്ള ആ ഒരു മുഖമാണ് ഇയാൾക്ക് തോന്നുന്നത്. ബട്ട് ഹിസ് ഫീച്ചേഴ്സ് ഹാഡ് been hard then and now they were softened by lines of kindness. He lifted his eyes and in them was a light so unearthly that the postmaster shrank back in fear and astonishment. അപ്പോൾ മുമ്പത്തെ കൂടിക്കാഴ്ചയിൽ എന്താണ്, വളരെ ഹാർഡായിട്ടാണ് ഈ ക്ലർക്ക് പെരുമാറിയത്. പക്ഷേ ഇപ്പം എന്താണ്, ഇപ്പം വളരെ സോഫ്റ്റാണ്. ലക്ഷ്മിദാസ് ഹാഡ് ഹേർഡ് ദ പോസ്റ്റ് മാസ്റ്റേഴ്സ് വേർഡ്സ് ആസ് ഹി കെയിം ടുവേർഡ്സ് ദ ഓഫീസ് ഫ്രം അനദർ ക്വാർട്ടർ. അപ്പോൾ ലക്ഷ്മിദാസ് അവിടെ വരികയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ കമിൻ ബ്രദർ അലി എന്ന് വിളിക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ ലക്ഷ്മിദാസ് കേൾക്കുന്നുണ്ട്. ഹു വാസ് ദാറ്റ് സർ? ഓൾഡ് അലി ഹി ആസ്ഡ്. അപ്പോൾ ആരാ അത്, ഓൾഡ് അലി ആണോ എന്ന് അയാൾ ചോദിച്ചു. ബട്ട് ദ പോസ്റ്റ് മാസ്റ്റർ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. പക്ഷേ പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധിച്ചില്ല. ഹി വാസ് സ്റ്റാർട്ടിങ് വിത്ത് വൈഡ് ഓപ്പൺ ഐസ് അറ്റ് ദ ഡോർ വേ ഫ്രം വിച്ച് അലി ഹാഡ് ഡിസപ്പിയർഡ്. പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഇങ്ങനെ അലിയെ കാണുന്നു. പെട്ടെന്ന് തന്നെ അലി കണ്ണുകളിൽ നിന്ന് ഡിസപ്പിയർ ആവുകയാണ്. അപ്പോൾ ഡിസപ്പിയർ ആയ സ്ഥലത്ത് തന്നെ ഇദ്ദേഹം പോസ്റ്റ് മാസ്റ്റർ വൈഡ് ഐസ് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ണിങ്ങനെ തുറന്നു വെച്ച് നോക്കി നിൽക്കുകയാണ്. വേർ കുഡ് ഹി ഹാവ് ഗോൺ? അദ്ദേഹം എവിടെ പോയി? അൺലെസ് ഹി ടേൺ ടു ലക്ഷ്മിദാസ്. എന്നിട്ട് ലക്ഷ്മിദാസിനോടായിട്ട് തിരിഞ്ഞിട്ട് എസ് ഐ വാസ് സ്പീക്കിംഗ് ടു അലി ഹി സെഡ്. അതെ, ഞാൻ അലിയോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഓൾഡ് അലി ഈസ് ഡെഡ് സാർ ബട്ട് ഗീവ് മീ ഹിസ് ലെറ്റർ. ഓൾഡ് അലി മരിച്ചുപോയി, പക്ഷേ ആ ലെറ്റർ എനിക്ക് തരൂ. വാട്ട്? ബട്ട് വെൻ? ആർ യു ഷുവർ ലക്ഷ്മിദാസ്? താങ്കൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. യെസ്, ദാറ്റ് ഈസ് സോ. അങ്ങനെയാണ്. ബ്രോക്ക് ഇൻ എ പോസ്റ്റ്മാൻ ഹു ഹാഡ് ജസ്റ്റ് അറൈവ്ഡ്. അലി ഡൈ 3 months ago. 3 മാസം മുമ്പേ അലി മരിച്ചു എന്ന് വേറൊരു പോസ്റ്റ്മാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞു. ദ പോസ്റ്റ് മാസ്റ്റർ വാസ് bewildered. ഞെട്ടിപ്പോയി. മറിയംസ് ലെറ്റർ വാസ് സ്റ്റിൽ ലൈങ് നിയർ ദ ഡോർ. മറിയത്തിൻ്റെ ലെറ്റർ എപ്പോഴും ഡോറിൻ്റെ അടുത്തുണ്ട്. അലീസ് ഇമേജ് വാസ് സ്റ്റിൽ ബിഫോർ ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മാസ്റ്ററിൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും എന്തുണ്ട്, അലിയുടെ ആ ഒരു ഇമേജ് ഉണ്ട്. ഹി ലിസൺ ടു ലക്ഷ്മിദാസ് റെസിറ്റൽ ഓഫ് ദ ലാസ്റ്റ് ഇൻ്റർവ്യൂ ബട്ട് ഹി കുഡ് സ്റ്റിൽ നോട്ട് ഡൗട്ട് ദ റിയാലിറ്റി ഓഫ് ദ നോക്ക് ഓൺ ദ ഡോർ ആൻഡ് ദ ടീയേഴ്സ് ഇൻ അലീസ് ഐസ്. അപ്പോൾ ഇദ്ദേഹം നോക്ക് അല്ലേ, ഡോറിൽ തട്ടിയ സൗണ്ട് കേട്ടു, കൊട്ടിയ സൗണ്ട് കേട്ടു. അതുപോലെ തന്നെ അലിയെ കാണുകയും അലിയുടെ ആ കണ്ണുകളിൽ ആ ടീയേഴ്സ് വരെ കാണുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇയാൾക്കത് എന്താണ്, ഒത്തിരി ഇദ്ദേഹം മനസ്സിലാവുന്നില്ല എന്താണ്. അദ്ദേഹം മരിച്ചു, 3 മാസത്തിന് മുമ്പേ മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഹി വാസ് പെർപ്ലെക്സ്ഡ് എന്ന് വെച്ചാൽ അയാൾ അത് കുഴപ്പിച്ചു. Had he really seen Ali? Had his imagination deceived him? അപ്പോൾ ശരിക്കും അയാൾ കണ്ടായിരുന്നു അലിയെ. ആ ഒരു ഇമാജിനേഷൻ അദ്ദേഹത്തിനെ ചതിച്ചതാണോ എന്നൊക്കെ. ഓർ ഹാഡ് ഇറ്റ് പെർഹാപ്സ് ബീൻ, അതെ ഇനിയിപ്പോൾ ലക്ഷ്മിദാസ് വന്നപ്പോൾ അലിയായിട്ട് ഇദ്ദേഹത്തിന് തോന്നിയതാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. ദ ഡേ റൂട്ടീൻ ബിഗാൻ. അങ്ങനെ ഡേ വർക്ക് എല്ലാം കഴിഞ്ഞു. ദ ക്ലർക്ക് റെഡ് ഔട്ട് ദ അഡ്രസ്സസ് ദ പോലീസ് കമ്മീഷണർ, സൂപ്പറിൻറ്റൻഡൻറ്റ് ആൻഡ് ലൈബ്രറിയൻ ആൻഡ് ഫ്ലങ് ദ ലെറ്റേഴ്സ് ഡെഫ്ലി. അപ്പം ക്ലർക്ക് പലരുടെയും അഡ്രസ്സുകൾ വായിച്ചിട്ട് ഇങ്ങനെ ലെറ്റേഴ്സ് എല്ലാം വളരെ ചാതുര്യത്തോടുകൂടി വേർതിരിച്ച് വെക്കുകയാണ്. ബട്ട് ദ പോസ്റ്റ് മാസ്റ്റർ നൗ വാച്ച് ദം ആസ് ഈഗർലി ആസ് ദോ ഈച്ച് കണ്ടെയ്ൻഡ് എ വാം ബീറ്റിംഗ് ഹാർട്ട്. അപ്പോൾ ഈ ലെറ്റേഴ്സൊക്കെ കാണുമ്പം ഇപ്പോൾ പോസ്റ്റ് മാസ്റ്ററിന് പണ്ടത് വെറും ലെറ്ററായിട്ട് തോന്നിയതാണ്. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് പലരുടെയും സ്നേഹമാണ് ഈ ലെറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്, എന്ന് വെച്ചാൽ വളരെ പ്രതീക്ഷയോടുകൂടി പലരും കാത്തിരിക്കുന്നതാണ് ഈ കത്തുകൾ എന്നൊക്കെയുള്ള ഒരു ബോധം പോസ്റ്റ് മാസ്റ്ററിന് ഉണ്ടാവുകയാണ്. ഹീ നോ ലോങ്ങർ തോട്ട് ഓഫ് ദം ഇൻ ടേംസ് ഓഫ് എൻവലംസ് ആൻഡ് പോസ്റ്റ് കാർഡ്സ്. ശരിക്കും അദ്ദേഹം അതൊരു ലെറ്റർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡ്, അത്ര മാത്രമേ ആ ലെറ്ററിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് അത് ശരിക്കും എന്താണ് ലെറ്റർ എന്നുള്ളത് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഹീ സോ ദ എസെൻഷ്യൽ ഹ്യൂമൻ വർത്ത് ഓഫ് എ ലെറ്റർ. അതിൻ്റെ യഥാർത്ഥ വർത്ത് എന്താണെന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു അവസാന നിമിഷമാണ്.
That evening, you could have seen Lakshmidas and the postmaster walking with slow steps to Ali's grave. അപ്പോൾ ആ ഈവനിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും ഇവർ രണ്ടുപേരും കൂടെ, ലക്ഷ്മിദാസും പോസ്റ്റ് കൂടെ എവിടെ പോയി, അലിയുടെ ശവകുടീരത്തിൻ്റെ അടുത്ത് പോയി. ദേ ലെയ്ഡ് ദ ലെറ്റർ ഓൺ ഇറ്റ് ആൻഡ് ടേൺ ബാക്ക്. അവിടെ ലെറ്റർ കൊണ്ടുവച്ചിട്ട് തിരികെ നടന്നു. ലക്ഷ്മിദാസ്, വേർ യു ഇൻഡീഡ് ദ ഫസ്റ്റ് ടു കം ടു ദ ഓഫീസ് ദിസ് മോർണിംഗ്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിനകത്ത് ഇപ്പോഴും ആ ഒരു ടെൻഷൻ കിടക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ തന്നെ ആയിരുന്നോ ഇന്ന് ആദ്യം പോസ്റ്റ് ഓഫീസിൽ വന്നത് എന്ന്. കാര്യം ഇങ്ങനെ അലിയെ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഷോക്ക് അദ്ദേഹത്തിന് അപ്പോഴും ഉണ്ടായിരുന്നു. ദ ലെറ്റർ എന്ന നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.